ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശ്രീ ഓം പ്രകാശ് വാൽമീകി രചിച്ച ജൂട്ടി പത്ഥൽ എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ओम प्रकाश वाल्मीकि का जन्म 30 जून 1950 को हुआ. उन्होंने श्रीनगर विश्वविद्यालय से हिंदी में MA किया था. അപ്പം ഓം പ്രകാശ് വാൽമീകി ജനിച്ചത് ജൂൺ 30, 1950 അദ്ദേഹം ശ്രീനഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എടുത്തിട്ടുണ്ട്. ഹിന്ദിയിലാണ് MA ചെയ്തിട്ടുള്ളത്. ഭാരത് സർക്കാർ के रक्षा मंत्रालय के अधीन एक फैक्ट्री में अफसर के रूप में कार्यरत रहे. അപ്പോൾ അദ്ദേഹം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലുള്ള ഒരു ഫാക്ടറിയിൽ ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്നു. अपनी नौकरी के साथ साथ उनकी സാഹിത്യ സേവ ബരാബർ ചൽത്തി രഹി. അപ്പോൾ ആ ജോലിയോടൊപ്പം തന്നെ അദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു. ഉൻകി പ്രമുഖ സാഹിത്യ കൃതിയാ ഹെ ജൂഠൻ. ഈ ജൂഠൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. സലാം, ഘുസ്പൈഠിയെ, ബസ് ബഹുത് ഹോ ചുകാ और अब नहीं, ദളിത് സാഹിത്യ കാ സൗന്ദര്യ ശാസ്ത്ര. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ജൂട്ടി പത്ഥൽ. അപ്പം ഇത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയല്ല, ജൂഠൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം मेरी माँ मेहनत मजदूरी के साथ साथ 8-10 तगाओं के घर तथा घेर में साफ सफाई का काम करती थी. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മ മെഹനത്ത് മസ്ദൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാരീരിക പ്രയത്നം വേണ്ട ജോലി, അത് കൂടാതെ ഒരു 8-10 ലാൻഡ് ലോഡ്സിന്റെ വീട്ടിൽ, തഗാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂ ഉടമകളില്ലേ, ലാൻഡ് ലോഡ്സ്, അവരുടെ വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. ഘർ തഥാ ഘേർ മേന്നാ പറയുന്നത്, വീട്ടിലും. അതുകൂടാതെ ഘേർ എന്ന് പറയുന്നത് വീട്ടിലെ പുരുഷന്മാരിയ്ക്കുന്ന സ്ഥലവും അതുകൂടാതെ തന്നെ ഈ പശുക്കളെയും കന്നുകാലികളെയൊക്കെ കെട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഭാഗമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന ജോലി. इस काम में मेरी बहन बड़ी भाभी तथा जसवीर और जनेसर माँ का हाथ बटाते थे. हाथ बटाना എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ജോലി അമ്മ ഒറ്റയ്ക്കല്ല ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സിസ്റ്റർ ബഡി ബാബി, അതുകൂടാണ്ട് ജസ്വീറും ജനേസറും ജസ്വീറും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് ആണ്. ഇവരെല്ലാവരും അമ്മേനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ബഡാ ഭായി സുഖ്വീർ തഗാവോं के यहाँ वार्षिक नौकर की तरह काम करता था. അപ്പം അദ്ദേഹത്തിന്റെ മുതിർന്ന ജ്യേഷ്ഠനായിട്ടുള്ള സുഖ്വീർ ഈ ലാൻഡ് ലോഡ്സിന്റെ വീട്ടിൽ തന്നെ ഇയർലി ബേസിസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പ്രത്യേക തഗ കെ ഘർ മേ 10 से 15 മാവേശി, ഗായ്, ഭേസ് और बैल സാമാന്യ ബാത് थी. അപ്പം ഓരോ ലാൻഡ് ലോഡിന്റെ വീട്ടിലും ഒരു 10 മുതൽ 15 വരെ മവേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റില്, ഈ കന്നുകാലികള് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. उनका गोबर उठाकर गांव से बाहर कुर्डियों पर या उपले बनाने की जगह पर डालना पड़ता था. അപ്പോൾ ഇത്രയും ഒരു 10-15 കന്നുകാലികളൊക്കെ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡങ്ങില്ലേ, കൗഡങ് അല്ലെങ്കിൽ ചാണകം എടുത്തിട്ട് ഒന്നെങ്കിൽ ഗ്രാമത്തിന്റെ പുറത്തുള്ള കുരുടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ കുഴി അതിലെങ്ങാനും കൊണ്ടുപോയി ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്ലെ ഉണ്ടാക്കണം. ഉപ്ലെ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻ റീജിയണിലൊക്കെ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് വിറകിന് പകരം കന്നുകാലികളെ വളർത്തുന്ന വീടുകളിൽ വോളിലൊക്കെ ഈ ചാണകം ഇങ്ങനെ പരത്തി വെച്ചിട്ടേ വിറകിന് പകരം ഉപയോഗിക്കും കത്തിക്കാനായിട്ട്. അപ്പൊ അതിനെയാണ് ഈ ഉപ്ല എന്ന് പറയുന്നത്. ഉപ്ലെ ബനാന എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഒന്നെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യണം. ഇത് പ്രത്യേക ഘർ സെ ഹർ റോസ് 5-6 ടോക്കറെ ഗോബർ നിക്കൽത്താ ഥാ. അപ്പൊ ഓരോ വീട്ടിൽ നിന്നും ഓരോ ദിവസവും ഒരു 5-6 കൊട്ട ചാണകമാണ് പുറത്തു വരുന്നത്. സർദി കെ മഹീനെ മേ യഹ് കാം ബഹുത് ഹി കഷ്ടദായക് ഹോത്താ ഥാ. വിന്റർ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണിത്. ഗായ്, बैल और भैंस को सर्दी से बचाने के लिए बड़े बड़े दालानों में बांधा जाता था, जिनमें गन्ने की सूखी पाती या फूस बिछा होता था. അപ്പം ഈ വിന്റർ സീസണിൽ ഈ കന്നുകാലികൾക്ക് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഏരിയയിൽ കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടും. അപ്പം അവിടെ ആ ഒരു സ്ഥലത്ത് എന്താ ചെയ്തിട്ടുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ വൈക്കോല് ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗന്നേക്ക് സൂക്കി പാത്തി എന്നാ പറയുന്നത്. ഗന്നേക്ക് സൂക്കി ഗന്നാന്ന് വെച്ചാൽ ഷുഗർ കെയിനാണ്, കരിമ്പ്. അതിന്റെ ഉണങ്ങിയ ഇല വിരിച്ചിട്ടിട്ടുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വൈക്കോൽ ഇട്ടിട്ടുണ്ടായിരിക്കും.
അങ്ങനത്തെ ഒരു സ്ഥലത്താണ് പിന്നീട് ഈ പശുക്കളെയും അല്ലെങ്കിൽ കന്നുകാലികളെയൊക്കെ കെട്ടുന്നത്. രാത് ഭർ ജാൻവറോं का गोबर और मूत्र उसी दालान में फैलता रहता था. അപ്പോൾ ഈ രാത്രി മൊത്തം ഈ ദാലാനിൽ ഇവരുടെ യൂറിനും അതുപോലെ തന്നെ ഈ ചാണകവും എല്ലാം അതിൽ തന്നെ ആയിട്ടുണ്ടാവും. 10-15 ദിനോ ബാദ് ഏക് ബാർ പാത്തി ബദലി ജാത്തി थी. ഒരു 10-15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ പാത്തിയൊക്കെ എടുത്ത്, പാത്തി എന്ന് പറഞ്ഞാൽ ഇല എന്നാണ്, അപ്പം ഈ ഇലകളൊക്കെ എടുത്ത് മാറ്റുന്നത് അല്ലെങ്കിൽ ഈ വൈക്കോലൊക്കെ എടുത്ത് മാറ്റുന്നത് 10-15 ദിവസത്തിൽ ഒരിക്കലായിരിക്കും. യാ ഉസ്കെ ഊപ്പർ സൂഖി പാത്തി ബിഛാദി ജാത്തി थी. ഒന്നെങ്കിൽ 10-15 ദിവസത്തിൽ ഈ ഇലയും കാര്യങ്ങളൊക്കെ ഫുൾ മാറ്റിയിട്ട് പുതിയതിടും, അല്ലാന്നുണ്ടെങ്കിൽ ഈ നനഞ്ഞ് വൃത്തിയേടായി കിടക്കുന്ന ആയലുണ്ടല്ലോ അതിന്റെ മുകളിൽ തന്നെ പുതിയത് ഇടുകയാണ് ചെയ്യുക. इतने दिनों में दालानों में भरी दुर्गंध से गोबर ढूंढ ढूंढ कर निकालना बहुत तकलीफ दे होता था. दुर्गंध से सिर भिन्ना जाता था. അതായത് ഇത്രേ ദിനോ മേ ദാലാനോ മേ ഭരി ദുർഗന്ധ സേ, ഇത്രയും ദിവസമായിട്ട് ഈ ദാലാനിലുള്ള ദുർഗന്ധം കാരണം ഗോബർ ढूंढ ढूंढ कर निकालना बहुत तकलीफ दे होता था. ദുർഗന്ധം കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഗോബർ എന്ന് വെച്ചാൽ ഈ ചാണകം എടുത്ത് പുറത്ത് മാറ്റുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തക്ലീഫ് ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതാണ്. ദുർഗന്ധ സേ സിർ ഭിന്ന ജാതാ ഥാ. ദുർഗന്ധം കാരണം തല കറങ്ങാനായിട്ട് തുടങ്ങും. സിർ ഭിന്ന ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് തല കറങ്ങാനായിട്ട് തുടങ്ങുക, തല കറങ്ങുക എന്നുള്ളതാണ്. इन सब कामों के बदले में मिलता था फसल के समय 5 सेर अनाज, यानी लगभग 2.5 കിലോ അനാജ്. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആകെ കിട്ടുന്നത് 5 സേർ അനാജ് ആയിരുന്നു, ഫുഡ് ഗ്രെയിൻസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. യാനി ലഗ്ഭഗ് 2.5 കിലോ എന്ന് പറഞ്ഞാൽ 2.5 കിലോ അനാജാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. इस मवेशी वाले घर से साल भर में 25 सेर 12-13 കിലോ അനാജ്. അപ്പം മൊത്തമായിട്ട് അവർക്കൊരു വർഷം ഇത്തരം വീടുകളിൽ നിന്ന് കിട്ടുന്നത് 25 സേർ ഫുഡ് ഗ്രെയിൻസ് ആണ്, അതായത് 12-13 കിലോ വരെ. दोपहर के समय हर घर से बची कुची रोटी जो खास तौर पर चूहड़ों को देने के लिए आटे में भूसे मिलाकर बनाई जाती थी. പിന്നീട് ഈ വീടുകളിൽ നിന്ന് കൊടുത്തിരുന്ന ഒന്നാണ് ഉച്ചയ്ക്ക് ശേഷം വീടുകളിൽ ബച്ചി കുച്ചി റോട്ടി, ബാക്കി വരുന്ന റോട്ടി, ജോ ഖാസ് തോർ പർ സ്പെസിഫിക്കലി എസ്പെഷ്യലി ഖാസ് തോർ പർ എന്ന് പറഞ്ഞാൽ അതാണ് ചൂഹടോ കോ ദേനെ കെ ലിയെ, ഈ ചൂഹട എന്ന് പറഞ്ഞ ജാതിയിൽ പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആട്ടേമേ ഭൂസി മിലാക്കർ ബനായി ജാത്തി थी. ആട്ടയിൽ പതിര് ചേർത്തിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റോട്ടിയാണ് ഈ ചൂഹട എന്ന് പറഞ്ഞ ജാതിയിൽ പെട്ട ആളുകൾക്ക് കൊടുത്തിരുന്നത്. കബി കബി ജൂട്ടൻ ബി ഭംഗൻ കി ടോക്കറി മേ ഡാൽ ദി ജാത്തി थी. ഭംഗൻ എന്ന് പറയുന്നത് വേറൊരു ദളിത് ജാതിയാണ്, ചൂഹട എന്ന് പറയുന്ന പോലെ തന്നെ. ചില സമയത്തൊക്കെ ഈ ഭംഗൻ ജാതിയിൽ പെട്ട ആളുകൾക്ക് ഈ വീടുകളിൽ നിന്ന് ജൂട്ടനും കൊടുക്കും. ജൂട്ടൻ എന്ന് പറഞ്ഞാൽ എച്ചിലായിട്ടുള്ള ഭക്ഷണം കൊടുക്കും. ഷാദി ब्याह के मौकों पर जब मेहमान या बाराती खाना खा रहे होते थे तो चूहड़े दरवाजे के बाहर बड़े बड़े टोकरे लेकर बैठे रहते थे. അപ്പോൾ ഈ വീടുകളിൽ എന്തെങ്കിലും വിവാഹോ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അവര് ആ ഫംഗ്ഷന് വന്നിട്ടുള്ള ഗസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ചൂഹട ജാതിയിൽപ്പെട്ട ആളുകൾ വാതുക്കൽ ഇങ്ങനെ ഇരിക്കും, വലിയ വലിയ കൊട്ടകളൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കും. ബാരാത്ത് കെ ഖാന ഖാ ചുക്നെ പർ ജൂട്ടി പത്തലെ ഉൻ ടോക്കറോ മേ ഡാൽ ദി ജാത്തി थी. അങ്ങനെ ഈ ബാരാത്തിന് വന്നിട്ടുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ എച്ചിൽ പാത്രങ്ങൾ, പത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല വെച്ചിട്ടുള്ള ഒരു തരം പാത്രത്തിനാണ് പറയുന്നത്, അതൊക്കെ ഇവരുടെ ഈ ടോക്കര ഈ കൊട്ടയിൽ ഇട്ടിട്ട് കൊണ്ടുപോകും. ജിനെ ഘർ ലേ ജാക്കർ വേ ജൂട്ടൻ ഇക്കട്ട കർ ലേത്തെ थे. വീട്ടിൽ ചെന്നിട്ട് ഇവർ ഈ എച്ചിലായിട്ടുള്ള ഭക്ഷണം മൊത്തം ഇക്കട്ട കറണെന്ന് വെച്ചാൽ ഇങ്ങനെ കളക്ട് ചെയ്യും, ഒന്നിച്ചു കൂട്ടും. പൂരി കെ ബച്ചെ കുച്ചെ ടുക്കടെ एक आध मिठाई का टुकड़ा या थोड़ी बहुत सब्जी पत्तल पर पाकर बाँछे खिल जाती थी. പൂരി കെ ബച്ചെ കുച്ചെ ടുക്കടെ, ഈ പൂരിയുടെ ചെറിയ ചെറിയ ബാക്കിയുള്ള കഷ്ണങ്ങൾ, ഏക് ആദ് മിഠായി കാ ടുക്കട, ഒന്നോ അരയോ എങ്ങാനും മിഠായി ഉണ്ടാവും അതിൽ. യാ തോടി ബഹുത് സബ്സി, എവിടെയെങ്കിലും കുറച്ച് കറി ഉണ്ടാവും.
പത്തൽ പർ പാക്കർ ഇത് കാണുന്ന സമയത്ത് ബാച്ചേ ഖിൽ ജാത്തി ഥി. അപ്പം ബാച്ചേ ഖിൽ ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷാവാന്നാണ്. അപ്പൊ ഇത്രയും മൈന്യൂട്ടായ ക്വാണ്ടിറ്റിയിൽ എച്ചിലായിട്ടുള്ള ഭക്ഷണം കിട്ടുമ്പോൾ വരെ അവർക്ക് അത്രയും സന്തോഷമായിരുന്നു. ജിസ് ബാരാത് കി പത്തലോं से जूठन कम उतरती थी कहा जाता था कि भुक्खड़ लोग आ गए हैं सारा छटकर गए हैं. അപ്പം ഏത് ബാരാത്തിൽ നിന്നാണോ ഏത് മാരേജിന്റെ ഫംഗ്ഷനിൽ നിന്നാണോ ഇവർക്ക് വളരെ കുറച്ച് ഈ എച്ചിൽ ഭക്ഷണം കിട്ടുന്നത് ആ ആളുകളെ കുറിച്ചിട്ട് ഇവരെപ്പോഴും പറയുമായിരുന്നു എന്തൊരു ബുക്കഡായിട്ടുള്ള ആളുകളാണ്, എന്തൊരു വിശപ്പുള്ള ആളുകളാണ് വന്നത്, എല്ലാം വെടുപ്പാക്കിയിട്ടാണ് പോയതെന്ന്. അക്സർ ऐसे मौकों पर बड़े बूढ़े ऐसी बारातों का जिक्र बहुत रोमांचक लहजे में सुनाया करते थे कि उस बारात से इतनी झूठन आई कि महीनों ഖാത്തെ രഹേ. അപ്പം ചില കല്യാണങ്ങളെ കുറിച്ചിട്ട് ഇവർ ഇങ്ങനെയാണ് പറയാറുള്ളത്. ചില വിവാഹങ്ങളുടെ പരിപാടിനെ കുറിച്ചിട്ട് ഇവരുടെ ബഡേ ബൂഡെ പ്രായം ചെന്നവർ പറയാറുള്ളത് എന്തൊരു നല്ല പരിപാടിയെന്ന് അറിയുമായിരുന്നു, അതിൽ നിന്ന് കിട്ടിയ ഭക്ഷണം കൊണ്ട് ഞങ്ങൾ മാസക്കണക്കിനാണ് ചെലവഴിച്ചത്, അതിൽ നിന്ന് കിട്ടിയ ഭക്ഷണം അത്രയും ഉണ്ടായിരുന്നു, ഇവർക്ക് മാസക്കണക്കിന് കഴിക്കാനുള്ള അത്രയും ഭക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലും പലപ്പോഴും ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് പറയാറുണ്ട്. ഈ ദളിതരുടെ കുടുംബത്തിൽ പെട്ട ആളുകൾ മുതിർന്നവർ അങ്ങനെ പറയാറുണ്ടെന്ന്. ചില സമയത്ത് അവർക്ക് ഒന്നും കിട്ടാത്തപ്പം ആ പരിപാടിക്ക് വന്ന ഗസ്റ്റിനെ അവർ കുറ്റപ്പെടുത്തും. ചില പരിപാടിയിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കിട്ടുമ്പം അവർ ഭയങ്കര സന്തോഷത്തോടെ പറയും മാസങ്ങളോളം കഴിക്കാനുള്ളത് കിട്ടിയിരുന്നല്ലോ എന്ന്. പത്തലോं से जो पूरियों के टुकड़े एकत्र होते थे उन्हें धूप में सुखा लिया जाता था. ഇങ്ങനെ ഈ പത്തലിൽ നിന്ന് കിട്ടുന്ന റോട്ടിയുടെ കഷ്ണങ്ങൾ ഇവരെന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കും. ചാർപ്പായി पर कोई कपड़ा डालकर उन्हें फैला दिया जाता था. അപ്പൊ അവര് കോട്ടില് ചാർപ്പായി എന്ന് പറയുന്ന ഒരു കോട്ടാണ്. ഈ നിങ്ങൾ എപ്പോഴെങ്കിലും പഞ്ചാബി ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവരൊരു കയറ് വെച്ചിട്ട് കട്ടില് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം അതിനെയാണ് ഈ ചാർപ്പായി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ ഇവർ എന്ത് ചെയ്യും, ഒരു തുണി വിരിച്ചിട്ട് അവിടെ ഇട്ടിട്ടാണ് ഈ റോട്ടിയുടെ കഷ്ണങ്ങളൊക്കെ ഉണക്കണത്. അക്സർ മുझे पहरे पर बैठाया जाता था क्योंकि सूखने वाली पूरियों पर कौवे मुर्गियां कुत्ते अक्सर टूट पड़ते थे. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഓം പ്രകാശ് വാൽമീകിനെയാണ് ഈ ഉണക്കാനിട്ട റോട്ടിയുടെ അടുത്ത് കാവലിനായിട്ട് ഇരുത്തുക. പെഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവല്, അതിന് വേണ്ടി ഇരുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് ഉണങ്ങി തുടങ്ങി കഴിഞ്ഞാൽ കാക്ക, കോഴി, അതേപോലെ തന്നെ പട്ടികൾ എല്ലാം ഇത് കഴിക്കാൻ വേണ്ടി തയ്യാറായിട്ടാവും നിൽക്കുന്നുണ്ടാവുക. ജറാ സി ആഗ് ബച്ചി കി പൂരിയാ സാഫ് ഇസ്ലിയെ ഡണ്ട ലേക്കർ ചാർപ്പായി കെ പാസ് ബാറ്റ്ന പടുത്താ ഥ. ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂരി എല്ലാം ഈ ജീവികളെല്ലാം എടുത്തുകൊണ്ട് പോയി കഴിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാർപ്പായിയുടെ അടുത്ത് ഒരു വടിയും കൊണ്ട് അദ്ദേഹം ഇരിക്കുമായിരുന്നു. ये सूखी पूरियां बरसात के कठिन दिनों में बहुत काम आती थी. ഈ ഉണങ്ങിയ പൂരി ഇത് ബർസാത് കെ മഹീനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ സീസണിൽ മഴക്കാലത്ത് ഒരുപാട് ഉപകാരപ്രദമായിരുന്നു. ഉനെ പാനി മേ ഭിഗോക്കർ ഉബാൽ ദിയാ ജാത്താ ഥ. ഈ ഉണങ്ങിയ ഈ പൂരിയുടെ കഷ്ണമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിക്കും, ഒന്നും കൂടി തിളപ്പിക്കും. ഉബാൽനാന്ന് വെച്ചാൽ തിളപ്പിക്കുക എന്നാണ്, ഭിഗോനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിർത്ത് വെക്കുക എന്നുള്ളതാണ്, നനയ്ക്കുക. ഉബ്ലി ഹുയി പൂരിയോ പർ ബാരീക് മിർച്ച് ഓർ നമക് ഡാൽക്കർ ഖാനെ മേ മസ ആത്താ ഥ. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ഈ പൂരിയുടെ മുകളിൽ മുളകും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. കബി കബി ഗുഡ് ഡാൽക്കർ ലുഗ്ദി ജൈസ ബനായ ജാത്താ ഥ ജിസെ സബി ബഡെ ചാവ് സെ ഖാത്തെ ഥെ. ചില സമയത്ത് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേവിച്ചിട്ടുള്ള പൂരിയൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ ഗുഡ് ആൽക്കർ, ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര, ഈ ശർക്കര ചേർത്തിട്ട് അതിനെ ലുഗ്ദി ജസ ബനായ ജാത്താന്ന് വെച്ചാൽ മിക്സ് ചെയ്തിട്ട് പൾപ്പ് പോലെ ആക്കും. ലുഗ്ദി എന്ന് പറഞ്ഞാൽ പൾപ്പ് എന്നാണ്, അതുപോലെ മിക്സ് ചെയ്തെടുക്കും. ജിസെ സബി ബഡെ ചാവ് സെ ഖാത്തെ थे. എല്ലാവരും വളരെയധികം ഇഷ്ടത്തോടു കൂടിയാണ് അത് കഴിക്കുക. आज जब मैं इन सब बातों के बारे में सोचता हूँ तो मन के भीतर कांटे जैसे उगने लगते हैं. कैसा जीवन था. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിൽ മുള്ളു കുത്തുന്നത് പോലെയാണ്. അതായത് മനസ്സിനെ കുത്തി നോവിക്കുന്ന പോലത്തെ ഓർമ്മകളാണത്. എന്ത് തരം ജീവിതമാണ് ഞാനൊക്കെ അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഓർക്കാൻ കൂടി വയ്യ എത്ര മോശപ്പെട്ട ജീവിതമായിരുന്നു അവരുടേന്ന്.
അത്രയ്ക്ക് മോശം കണ്ടീഷനിലാണ് അവർ ജീവിച്ചത്. दिन रात मर खप कर भी हमारे पसीने की कीमत मात्र जूठन, फिर भी किसी को कोई शिकायत नहीं, कोई शर्मिंदगी नहीं, कोई पश्चाताप नहीं. രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്തിട്ട്, ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് ഈ എച്ചിലാണ്. എന്നിട്ടും ആർക്കും ഒരു ഷിക്കായത്തില്ല. ഷിക്കായത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ്, ഒരു പരാതിയില്ല. കോയി ഷർമിന്ദഗി നഹി, ഷർമിന്ദഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണക്കേട്, ഒരു നാണക്കേടും ഇല്ല അവർക്ക്. കോയി പശ്ചാത്താപ് നഹി, ആർക്കും ഒരു പശ്ചാത്താപവും ഇല്ല. ജബ് മൈ ഛോട്ടാ ഥാ മാ കെ സാത്ത് ജാത്താ ഥാ മാ പിതാജി കാ ഹാത്ത് ബട്ടാനെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അമ്മയുടെ കൂടെ പോകുമായിരുന്നു, അമ്മേനെയും അച്ഛനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. തഗാവും കെ ഖാനെ കോ ദേക്കർ അക്സർ സോച്ചാ കർത്താ ഥാ കി ഹമേ ऐसा खाना क्यों नहीं मिलता है. അങ്ങനെ ഈ ലാൻഡ് ലോഡ്സിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കാണുമ്പോൾ അദ്ദേഹം വിചാരിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഭക്ഷണമൊന്നും കിട്ടാത്തത് എന്ന്. ആജ് ജബ് സോച്ച്താ ഹൂം തോ ജി മിത്ലാനെ ലഗ്താ ഹൈ. ഇന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് ബുദ്ധിമുട്ടും, എൻ്റെ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് അത് ആലോചിക്കുമ്പോൾ, ഒരു പരിഭ്രമാണ്. ജി മിത്ലാന എന്ന് പറഞ്ഞാൽ അതാണ്. അഭി പിछले वर्ष मेरे निवास पर सुखदेव सिंह त्यागी का पोता सुरेंद्र सिंह आया था किसी ഇന്റർവ്യൂ के सिलसिले में. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ വീട്ടില് സുഖ്ദേവ് സിംഗ് ത്യാഗി എന്ന് പറയുന്ന ആളുടെ പോത്ത, പേരക്കുട്ടിയുടെ പേരെന്താണ്, സുരേന്ദ്ര സിംഗ് വന്നിട്ടുണ്ടായിരുന്നു. കിസി ഇന്റർവ്യൂ കെ സിൽസിലേമേ, ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഗാവ് സെ മേരാ പത്താ ലേക്കർ ആയാ ഥാ രാത് മേ റുക്ക. അപ്പൊ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഡ്രസ്സ്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് വന്നതാണ്. രാത്രി അവിടെ നിന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നു. മേരി പത്നിനെ ഉസേ യഥാസംഭവ് അച്ഛാ ഖാന ഖിലായ. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ആ വന്നു നിന്ന ആൾക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഫുഡ് കൊടുത്തു. ഖാന ഖാത്തെ ഖാത്തെ വ ബോല ഭാബി ജി ആപ്കെ ഹാത്ത് കാ ഖാന തോ ബഹുത് ജായിക്കേദാർ ഹെ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ സുരേന്ദ്ര സിംഗ് പറഞ്ഞു ഭാബിജി ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എന്ന്. ഹമാരെ ഘർ മേ തോ കോയി ബി ऐसा खाना नहीं बना सकता है. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു ഗ്രാമത്തിൽ നിന്ന് വന്ന സുരേന്ദ്ര സിംഗ്. ഉസ്കി ബാദ് सुनकर मेरी पत्नी तो खुश हुई, लेकिन मैं काफी देर तक विचलित रहा. बचपन की घटनाएं स्मृति का दरवाजा खटखटाने लगी. അങ്ങനെ ഈ സുരേന്ദ്ര സിംഗ് പറഞ്ഞ കാര്യം കേട്ടിട്ട് പത്നിക്ക് സന്തോഷമായി, കാരണം നല്ല ഭക്ഷണമാണ് ഉണ്ടാക്കിയതെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പണ്ടത്തെ ഓർമ്മകൾ വരികയാണ് ചെയ്തത്. ബച്പൻ കി ഘട്നായെ സ്മൃതിയും കാ ദർവാസ ഖട്ഖട്ടാനെ ലഗ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ട് ആ മനസ്സിന്റെ വാതിലിൽ മുട്ടാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് അതിന്റെ മീനിങ്. സുരേന്ദ്ര തബ് पैदा भी नहीं हुआ था. അപ്പൊ ആ സമയത്ത് ഈ സുരേന്ദ്ര സിംഗ് ജനിച്ചിട്ട് പോലും ഇല്ല. ഉസ്കി ബഡി ബുവ യാനി സുഖ്ദേവ് സിംഗ് ത്യാഗി കി ലഡ്കി കി ഷാദി थी. അപ്പം ഈ സുരേന്ദ്ര സിംഗിന്റെ ആന്റി അല്ലെങ്കിൽ അമ്മായിയുടെ വിവാഹമായിരുന്നു. എന്ന് വെച്ചാൽ സുഖ്ദേവ് സിംഗ് ത്യാഗിയുടെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. ഉൻകെ യഹാ മേരി माँ सफाई करती थी. शादी से 10-12 दिन पहले से माँ पिताजी ने सुखदेव सिंह त्यागी के घर आंगन से लेकर बाहर तक के अनेक काम किए थे. उनके यहाँ मेरी माँ सफाई करती थी. ഈ സുഖ്ദേവ് സിംഗിന്റെ വീട്ടില് ഓധറിന്റെ അമ്മ ക്ലീനിങ്ങിനായിട്ട് പോവാറുണ്ടായിരുന്നു. ഷാദി സെ 10-12 ദിൻ പെഹലെ സെ, ഈ വിവാഹത്തിന്റെ ഒരു 10-15 ദിവസം മുൻപ് തൊട്ടേ മാ പിതാജിനെ സുഖ്ദേവ് സിംഗ് ത്യാഗി കെ ഘർ ആംഗൻ സെ ലേക്കർ, അമ്മയും അച്ഛനും കൂടിയിട്ട് അവരുടെ വീടും മുറ്റവും തൊട്ട് ബാഹർ തക് കെ അനേക് കാം കിയേ ഥേ, പുറത്തു വരെയുള്ള ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ബേട്ടി കി ഷാദി കാ മത്ലബ് ഗാവ് ഭർ കി ഇസ്സത്ത് കാ സവാൽ ഥാ. അപ്പൊ മകളുടെ വിവാഹം എന്ന് പറയുമ്പോൾ ഗ്രാമത്തിൽ മൊത്തം ഇവരുടെ റെപ്യൂട്ടേഷൻ, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ റെപ്യൂട്ടേഷൻ, ഇവരുടെ ഇമേജ്, ഇതെല്ലാം കീപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് മകളുടെ വിവാഹം എന്ന് പറയുമ്പോൾ. കഹി കോയി കമി നെഹി രഹ ജായി,
गांव भर की चारपाइयों को ढो ढो कर इकट्ठा किया था पिताजी ने. അങ്ങനെ ഒന്നിലും ഒരു കുറവും വരാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ള എല്ലാ സ്ഥലത്തെയും ഈ ചാർപ്പായി ഈ കോട്ടെല്ലാം എടുത്ത് കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് കൂട്ടി ഇങ്ങനെ ഇടാണ് ചെയ്തത്, അറേഞ്ച് ചെയ്ത് ഇടുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ചെയ്തത്, റൈറ്ററിന്റെ അച്ഛനാണ് ഇതെല്ലാം ചെയ്തത്. ബാരാത് ഖാന ഖാ രഹി थी, മാ ടോക്ര ലിയെ ദർവാസെ സെ ബാഹർ ബാഠി थी. ബാരാത്ത് വന്നു, ഭക്ഷണം കഴിക്കുകയാണ് ബാരാത്തിലെ ആളുകളെല്ലാം. അപ്പം അമ്മ പുറത്ത് ടോക്കറ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്, ഡോറിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. मैं और मेरी छोटी बहन माया माँ से सिमटे बैठे थे. ഞാനും എൻ്റെ അനിയത്തിയായിട്ടുള്ള മായയും അമ്മയോട് ഒട്ടിച്ചേർന്നിരിക്കുകയായിരുന്നു. इस उम्मीद में कि भीतर से जो मिठाई और पकवानों की महक आ रही है वह हमें भी खाने को मिलेंगे. അപ്പം ഇവർ രണ്ടുപേരും എന്ത് ഉമ്മീദിലാണ്, എന്ത് ഹോപ്പിലാണ് ഇരിക്കുന്നതെന്ന് അറിയോ? ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല മിഠായിയുടെയും നല്ല പലഹാരങ്ങളുടെ ഒക്കെ. അപ്പം ഇതിൻ്റെ ഒക്കെ സ്മെല്ല് അടിച്ചിട്ടാണ് ഇവർ പുറത്തിരിക്കുന്നത്. എന്നിട്ട് അവർ വിചാരിക്കുന്നത് ഇതൊക്കെ ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അത് കിട്ടും എന്നുള്ള ഹോപ്പിലാണ്, അങ്ങനെ വിശ്വസിച്ചിട്ടാണ് അവരവിടെ ഇരിക്കുന്നത് ഈ കുട്ടികൾ. ജബ് സബ് ലോഗ് खा खाकर चले गए तो मेरी माँ ने सुखदेव सिंह त्यागी को दालान से बाहर आते देखकर कहा, चौधरी जी ईब तो सब खाना खा के चले गए, मारे जाकतों को भी एक पत्तल पर धर को कुछ दे दो, वो भी तो इस दिन का इंतजार कर रहे थे. सुखदेव सिंह ने झूठी पत्तलों से भरे टोकरे की तरफ इशारा करके कहा, टोकरा भर के जो झूठन ले जा रही है, ऊपर से जाकतों के लिए खाना मांग रही है, अपनी औकात में रह चोरी, उठा टोकरा दरवाजे से और चलती बन. അങ്ങനെ എല്ലാവരും ബാരാത്തിന് വന്ന, കല്യാണത്തിന് വന്നിട്ടുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയി. അങ്ങനെ സുഖ്ദേവ് സിംഗ് ത്യാഗി എന്നാണ് ആളുടെ പേര്. സുഖ്ദേവ് സിംഗ് ത്യാഗി ദാലാൻ ഹോൾവേന്ന് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പം സുഖ്ദേവ് സിംഗിനെ കണ്ടപ്പോൾ ഈ ഓഥറിന്റെ അമ്മ ഇങ്ങനെ പറയാണ്, ചൗധരിജി ഇപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് പോയില്ലേ, ഇനി എന്റെ കുട്ടികൾക്കും കൂടി ഭക്ഷണം കുറച്ച് കൊടുക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ സുഖ്ദേവ് സിംഗ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്മയുടെ കയ്യിലുള്ള കൊട്ടയില് ഈ എച്ചിൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവര് ഭക്ഷണം മാത്രമല്ല കൊണ്ടുപോകും, ഒരു പാത്രത്തോടൊക്കെ എച്ചിൽ പാത്രത്തോടൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് ഇവര് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. കറി വേറെ, മിഠായി ഉണ്ടെങ്കിൽ അത് വേറെ, റോട്ടി ഉണ്ടെങ്കിൽ അത് വേറെ, അങ്ങനെ അവര് വീട്ടിൽ പോയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പം സുഖ്ദേവ് സിംഗ് അമ്മയുടെ കയ്യിലുള്ള ടോക്കറി നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ടോക്കര ഭർ കെ ജോ ജൂട്ടൻ ലേ ജാ രഹി ഹെ, ഈ കൊട്ട നിറച്ച് നീ എച്ചിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഊപ്പർ സെ ജാക്കത്തോं के लिए खाना मांग रही है, അത് കൂടാണ്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം ചോദിക്കുകയാണോ ചെയ്യുന്നത്. അപ്പണി ഓക്കാത് മേരെ ചൂടി, സ്ഥാനം എവിടെയാന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചൂടി നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാന്. ചൂഹടി എന്ന് പറഞ്ഞാൽ ജാതിപ്പേരാണ് വിളിക്കുന്നത്. അങ്ങനെ പറയാണ്, ഉഠാ ടോക്കറ ദർവാസെ സെ ഓർ ചൽത്തി ബൻ, ഈ കൊട്ട എടുത്തിട്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ, ഓധറിന്റെ മനസ്സിൽ അത്രയും ഒരു വിഷമത്തോടെ അദ്ദേഹം ഓർക്കുന്ന ഒരു കാര്യമാണ് ഇത്. കാരണം അദ്ദേഹം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നിട്ടാണ് പിന്നീട് ഇപ്പോഴുള്ള ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ദളിത് സാഹിത്യമൊക്കെ എഴുതാനായിട്ട് അദ്ദേഹം ഇൻട്രസ്റ്റ് എടുക്കുന്നത്. കാരണം ദളിത് ആയിരിക്കുമ്പോഴുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി വളർന്ന ഒരാളാണ്. അപ്പം അത്രയാണ് സ്റ്റോറിയിലുള്ളത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സാരാംശം ഒന്ന് നോക്കി നോക്കാം. ओम प्रकाश वाल्मीकि के इस आत्मकथांश में लेखक अपने जीवन में घटित दारुण एवं मार्मिक घटनाओं का उल्लेख करते हैं. दलित जाति के होने के कारण उनको और उनके परिवार वालों को किस तरह समाज के ऊंची जाति के लोगों से उपेक्षापूर्ण व्यवहार का सामना करना पड़ता है, इसका बहुत ही हृदय വിദാരക് ചിത്രൻ ഉൻഹോനെ അപ്നി ആത്മകഥ ജൂട്ടൻ മേ കിയാ ഹെ. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ദളിത് ആയതുകൊണ്ട് മാത്രം ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ അടുത്തുനിന്ന് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ ജൂട്ടൻ എന്ന് പറയുന്ന ആത്മകഥയിൽ എഴുതിയിട്ടുള്ളത്. പ്രസ്തുത ആത്മകഥാംശ് ജൂട്ടി പത്തൽ മേ ऐसी ही कुछ घटनाओं का खुलासा है.
लेखक की माँ मेहनत मजदूरी करती थी, साथ साथ 8-10 तगाओं के घर में साफ सफाई का काम भी करती थी। लेखक की बहन और भाभी भी माँ का हाथ बटाने उसके साथ जाया करती थी. അപ്പം അത്തരം ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഖുലാസ കാരണം വെച്ചാൽ ഡിസ്ക്ലോസ് ചെയ്യാനാണ്, തുറന്ന് കാണിക്കുക. അദ്ദേഹത്തിന്റെ അമ്മ ഇങ്ങനെ മറ്റ് ഫിസിക്കൽ ലേബർ ഉള്ളത് കൂടാതെ തന്നെ ഈ വീടുകളിൽ, ലാൻഡ് ലോഡ്സിന്റെ വീടുകളിൽ ക്ലീനിങ്ങിനൊക്കെ പോകുമായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സിസ്റ്ററും ഭാബിയും എല്ലാവരും അതിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. 10 से 15 मवेशियों की सेवा और गोबर की दुर्गंध हटाने के बदले केवल 5 सेर अनाज ഫസൽ തയ്യാർ ഹോനെ സമയ മിൽത്താ ഥാ. ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യണേന് ഇവർക്ക് ആകെ 5 सेर അനാജാണ് കിട്ടിക്കൊണ്ടിരുന്നത്. दोपहर में भोजन के तौर पर बची कुची आटे में भूसी मिलाकर बनाई गई रोटी या फिर जूटन मिलती थी. എന്നിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ആകെ കൂടി കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വീട്ടിൽ ബാക്കിയുള്ള റോട്ടി, അതും പ്രോപ്പറായിട്ട് ആട്ട കൊണ്ട് ഉണ്ടാക്കിയതല്ല, ആട്ടയിൽ ഭൂസി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ എച്ചിൽ ഭക്ഷണമാണ് കൊടുക്കുന്നത്. शादी ब्याह के समय मेहमान और बारातियों के खा चुकने के बाद जूटी पत्तलों से उनका निवाला चलता था. पत्तलों में पूरी के बचे कुचे टुकड़े, एक आध मिठाई का टुकड़ा या थोड़ी बहुत सब्जी पत्तल पर पाकर उनकी बाछें खिल जाया करती थी. पूरियों को सुखाकर रख लिया जाता था और बरसात के दिनों में इन्हें उबालकर नमक और बारीक मिर्च के साथ बड़े चाव से खाया जाता था. അപ്പോൾ അതന്നെ പറയുന്നത്, ഇവർ ഈ എച്ചിലായിട്ട് കിട്ടുന്ന ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി സോർട്ട് ചെയ്തിട്ട് അതിലെ റോട്ടിയൊക്കെ ഉണക്കി എടുത്തു വെക്കും മൺസൂൺ സീസണിൽ അവർക്ക് കഴിക്കാനായിട്ട്. എന്നിട്ട് അവർ അത് ഒന്നും കൂടെ വേവിച്ച് അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ്. അതും അത്ര ഇഷ്ടത്തോടെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. യാ ഫിർ കബി കബി ഗുഡ് ഡാൽക്കർ ലുഗ്ദി ജൈസാ ബനായ ജാത. ചിലപ്പോൾ പൾപ്പായിട്ട് കഴിക്കും. ജോ കിസി അമൃത് പാൻ സെ കംന ഥ. അത് അവർക്ക് അമൃതം കിട്ടിയ പോലെ, അവർക്ക് അത്ര ഇഷ്ടമാണ് ആ പൾപ്പ് പോലെ കഴിക്കുന്നത്. കാലാന്തർ മേ വാൽമീകി ജി മഷഹൂർ ലേഖക് ബൻ ഗയെ. അങ്ങനെ സമയം കടന്നു പോയപ്പോൾ ഓം പ്രകാശ് വാൽമീകി ജി ഒരു ഫേമസ് ആയിട്ടുള്ള, മഷഹൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് എന്നാണ്, ഒരു ലേഖകനായിട്ട് മാറി. തബ് കിസി ഇന്റർവ്യൂ के सिलसिले में गांव के जमींदार सुखदेव सिंह त्यागी का पोता सुरेंद्र सिंह वाल्मीकि जी के घर आया था. അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഈ സുഖ്ദേവ് സിംഗ് പോത്ത ആയിട്ടുള്ള, അതായത് ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ള, പേരക്കുട്ടി ആയിട്ടുള്ള സുരേന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. വാൽമീകി ജി की पत्नी ने उसे യഥാസംഭവ് അച്ഛാ ഖാന ഖിലായ. അപ്പം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ഭക്ഷണമാണ് അവരെ കൊടുത്തത്. സുരേന്ദ്ര ने उनके खाने की खूब तारीफ की. सुरेंद्र की बातें सुनकर वाल्मीकि जी का मन काफी विचलित हुआ. विचलित होना എന്ന് വെച്ച് കഴിഞ്ഞാലും ഡിസ്ട്രാക്റ്റഡ് ആവാന്നാണ്. അപ്പം ഈ സുരേന്ദർ സിംഗ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ വാൽമീകി ജിയുടെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയി. बचपन की घटनाएं उन्हें याद आने लगी. सुरेंद्र की बड़ी बुआ की शादी में हाड़तोड़ मेहनत करने के बावजूद सुरेंद्र के दादाजी ने उनकी माँ के द्वारा एक പത്തൽ ഭോജൻ മാംഗേ ജാനെ पर उसे काफी ധിക്കാരാ था. അങ്ങനെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഈ സുരേന്ദ്ര സിംഗിന്റെ ബഡി ബുവയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളാണ്. അന്ന് അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും അവിടെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് അത്രയും ജോലി ചെയ്തതിന് ശേഷം, എല്ലാ ആളുകളും പോയതിന് ശേഷം ഒരു പ്ലേറ്റ് ഫുഡാണ് ചോദിച്ചത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു പത്തൽ ഫുഡ് പോലും കൊടുക്കാതെ അതിന് വഴക്കിടുകയാണ് ഈ സുരേന്ദ്ര സിംഗിന്റെ ദാദാജി ചെയ്തിട്ടുണ്ടായിരുന്നത്, सुखदेव सिंह ചെയ്തിട്ടുണ്ടായിരുന്നത്. आज सुरेंद्र उनके घर का भोजन कर रहा है और उसकी बड़ाई कर रहा है. सुरेंद्र के द्वारा कहा वचन स्वतः स्फूर्त स्मृतियों में उभर आता है और लेखक को विचलित कर देता है. അങ്ങനെ സുരേന്ദ്ര ഇന്ന് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഓദർ, അതായത് ഓം പ്രകാശ് വാൽമീകിയുടെ മനസ്സിൽ പണ്ട് അദ്ദേഹത്തിന് ഈ സുരേന്ദ്രന്റെ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള, അന്ന് സുരേന്ദ്ര ജനിച്ചിട്ട് പോലും ഇല്ല, പക്ഷെ സുരേന്ദ്ര സിംഗിന്റെ ദാദാജി ആയിട്ടുള്ള സുഖ്ദേവ് സിംഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ആ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓർമ്മ വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മൈൻഡ് വിച്ലിത് അഥവാ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് and comments എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.